രാജ്യം കാത്തിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിന് ഇനി 4 ദിവസം മാത്രമാണ് ബാക്കി. AAP രാജ്യതലസ്ഥാനം തൂത്തുവാരാൻ കച്ചകെട്ടിയിറങ്ങുമ്പോൾ 3 പതിറ്റാണ്ട് മുമ്പ് നഷ്ടമായ ഭരണം തിരികെ പിടിക്കാനാണ് BJPയുടെ ശ്രമം. അതിനിടയിലാണ് 2025 പൊതു ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഡൽഹിയിലെ ജനങ്ങൾക്കൊപ്പം കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും കയ്യിലെടുക്കാൻ ആദായ നികുതി നിരക്കുകളിൽ ഉൾപ്പെടെ വമ്പൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമോ? 2024 കേന്ദ്ര ബജറ്റിൽ നികുതി വ്യവസ്ഥയിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തിയത് ഒഴിച്ചാൽ സാധാരണക്കാർക്ക് നിരാശയായിരുന്നു ആകെ ഫലം. ഈ ബജറ്റിൽ എങ്കിലും നികുതി ചെലവ് കുറയും എന്ന പ്രതീക്ഷയിലാണ് സാമാന്യ ജനം. നിലവിൽ പുതിയ ആദായ നികുതി വ്യവസ്ഥ പ്രകാരം 7.75 ലക്ഷം രൂപ വരെ ആദായ നികുതി ബാധ്യതയില്ല. ഈ പരിധി 10 ലക്ഷമാക്കി ഉയർത്തും എന്നാണ് പ്രതീക്ഷ. ഒപ്പം 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ വാർഷിക വരുമാനം ഉള്ളവർക്ക് 25% ടാക്സ് സ്ലാബ് അവതരിപ്പിക്കാനും സാധ്യതയുണ്ട്. നേരത്തെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്നും 75,000 രൂപയാക്കി ഉയർത്തിയിരുന്നു. ഇത് 1 ലക്ഷമാക്കുമെന്നും സൂചനകൾ ഉണ്ട്. പ്രത്യേക ചർച്ച പരിശോധിക്കുന്നു. ആദായ നികുതി നിരക്ക് ഉയർത്തുമോ? ദീർഘകാലമായുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങളോട് എന്താകും കേന്ദ്രത്തിൻ്റെ നിലപാട്?